കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ശ്രമിച്ചുവെന്ന ആരോപണവുമായി മൈനോറിറ്റി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് കെ.ആർ. അബ്ദുൽ ഖാദർ. സുധാകരന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള പ്രവർത്തകരെ സണ്ണി ജോസഫ് ചതിക്കുകയാണ്. മതേതര മുഖമായിട്ടുള്ള ആളുകളെ നേതൃത്വം തഴയാൻ ശ്രമിക്കുകയാണെന്നും അബ്ദുൽ ഖാദർ മാധ്യമങ്ങളോട് പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ ഗുരുതര ആക്ഷേപമാണ് മൈനോറിറ്റി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റായ കെ.ആർ. അബ്ദുൽ ഖാദർ ഉയർത്തിയത്. ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള പ്രവർത്തകരെ സണ്ണി ജോസഫ് ചതിക്കുകയാണ് ചെയ്തതെന്ന് അബ്ദുൽ ഖാദർ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളയും ആയിരക്കണക്കിന് ഷോയിബുമാർ ഇനിയുണ്ട്. അവർക്കൊക്കെ സണ്ണി വക്കീൽ ചെയ്ത ചതി മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ തന്നെ മതേതര മുഖങ്ങളായ പ്രിയപ്പെട്ട റിജിൽ മാക്കുറ്റിയെ പോലെയുള്ള ആളുകൾക്കെതിരെയൊക്കെ അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന ഈ കണ്ണൂർ കിട്ടുന്ന സീറ്റിന് അദ്ദേഹത്തിനെതിരെയും ഇവർ ആരോപണങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. പശുവിനെ കൊന്ന ആളാണ്, അതുകൊണ്ട് റിജിൽ മാക്കുറ്റിക്ക് സീറ്റ് കൊടുത്താൽ കേരളത്തിൽ മറ്റുള്ള സീറ്റുകളിനെ ബാധിക്കും. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വളർന്നു വരുന്ന ഓരോ നേതാക്കൾ, ഇപ്പം വി.പി. റഷീദ് തളിപ്പറമ്പിൽ നിന്ന് ജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യം UDFിൻ്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അപ്പോൾ വി.പി. റഷീദിനെ ബോധപൂർവം അത് ഇവിടത്തേക്ക് തട്ടി, ധർമ്മടത്തേക്ക് തട്ടി ചില ആളുകളുടെ ഫോക്കസാക്കി പാർട്ടിയെ മാറ്റിയത് കൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഒന്നെങ്കിലും പാർട്ടിക്ക് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ കേസ് കൊടുക്കുക. ഇപ്പം 100 കണക്കിന് കേസുകളുണ്ട്. പക്ഷേ ഇവരെയൊന്നും ആരെയും പേരിൽ കേസില്ല. സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താന്നല്ല, സണ്ണി ജോസഫ് അവിടെ ജയിക്കൂല. ചതിയന്മാർക്ക് അതിന്റെ സമയത്തിനനുസരിച്ച് വേണം നമ്മൾ അതിന്റെ പരിഹാരം കൊടുക്കാൻ. അത്രയാണ്. പാർട്ടിയെ ചിലരുടെ കോക്കസാക്കി മാറ്റുകയാണ് നേതൃത്വം ചെയ്യുന്നത്. കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കെപിസിസി പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫ് AICCക്ക് കത്ത് നൽകിയിരുന്നു. കണ്ണൂരിലും പേരാവൂരിലും UDF പരാജയപ്പെടാനാണ് സാധ്യതയെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. എന്നാൽ അബ്ദുൽ ഖാദറിന് പാർട്ടിയുമായി ബന്ധമില്ലെന്നും നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് അബ്ദുൽ ഖാദർ എന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.